സെപ്റ്റംബർ 24 വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. എല്ലാവർക്കും കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ഭോഷത്വത്തിന്റെ അടയാളമാണ്. പക്ഷേ രക്ഷയുടെ പാതയിലൂടെ ചരിക്കുന്നവർക്കോ അത് ദൈവത്തിന്റെ രക്ഷയുടെ അടയാളവും. 1 കൊരിന്തോസ് 1:18. അങ്ങനെ ശിക്ഷയുടെ അടയാളമായ കുരിശ് യേശുവിന്റെ കുരിശു മരണത്തിലൂടെ പുകഴ്ചയുടെ അടയാളമായി മാറി. കാരണം കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരണമേ, നിന്റെ വിജയം എവിടെ? നിന്റെ ദംശനം എവിടെ? 1 കൊരിന്തോസ് 15:54-55. ഈ ചിന്തയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് മാർത്തോമ കുരിശ് വിഭാവനം ചെയ്യപ്പെട്ടത്. ആ കുരിശിൽ തൂങ്ങപ്പെട്ട യേശുവിന്റെ രൂപമല്ല, അവനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് കുരിശിന് മുകളിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സാധാരണ കുരിശിന്റെ 4 അഗ്രങ്ങൾ പുഷ്പിണിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഉയർപ്പിക്കപ്പെട്ട കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ അടിസ്ഥാനം ഇതാണ്. 314 കോൺസ്റ്റന്റീനൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്തുമതം ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കപ്പെട്ടതും കാൽവരി മലയിൽ യേശുവിന്റെ കല്ലറയുടെ ഭാഗത്ത് പണിതുയർത്തപ്പെട്ട ക്ഷേത്രം നശിപ്പിച്ച് നടത്തിയ പരിവേഷണത്തിന്റെ ഭാഗമായി 1-ാം നൂറ്റാണ്ടിൽ കുറ്റവാളികളെ കുരിശിലേറ്റാൻ ഉപയോഗിച്ച കുരിശുകൾ വലിച്ചെറിയപ്പെട്ട വലിയൊരു കുഴി കണ്ടെത്തുന്നതും യഥാർത്ഥ കുരിശിനെ കണ്ടുപിടിക്കാൻ പരീക്ഷണാർത്ഥം മരണമടഞ്ഞ ഒരു ശരീരത്തെ ചക്രവർത്തിയുടെ മാതാവ് ഹെലേന രാജ്ഞി ഒരു കുരിശിൽ കിടത്തിയതും ആ മൃതശരീരം ഉയർത്തെഴുന്നേറ്റതുമായ കാരണത്താൽ യേശു മരണമടഞ്ഞ യഥാർത്ഥ കുരിശ് ഏതെന്ന് കണ്ടെടുക്കാനായി. 335 കാൽവരിയിൽ കോൺസ്റ്റന്റീനൻ ചക്രവർത്തി പണിതുയർത്തിയ പുതിയ ദേവാലയത്തിൽ ആ കുരിശ് പ്രതിഷ്ഠിക്കപ്പെട്ട ദിനത്തെ ഈ തിരുനാൾ അനുസ്മരിപ്പിക്കുന്നു. AD 615 പേർഷ്യക്കാർ ഈ ദേവാലയം നശിപ്പിക്കുകയും വിശുദ്ധ കുരിശ് എടുത്തുകൊണ്ട് പോവുകയും 629 ഹെരാക്ലിയൂസ് ചക്രവർത്തി വീണ്ടും ആ ദേവാലയം പുനരുദ്ധീകരിച്ച് കുരിശിനെ അവിടെ സ്ഥാപിച്ചതിന്റെയും ഓർമ്മ ഈ തിരുനാളിൽ അനുസ്മരിക്കപ്പെടുന്നു. വിവാദം സൃഷ്ടിച്ചെങ്കിലും വിശുദ്ധ സ്ഥലങ്ങൾ വീണ്ടെടുക്കാൻ മുസ്ലിം തീവ്രവാദികൾക്കെതിരെ നടത്തിയ കുരിശ് യുദ്ധം കുരിശിന്റെ ശക്തിയെ വിളിച്ചോതുന്നതാണ്. വീണ്ടും ഈ ആധുനിക കാലത്ത് യൂറോപ്പിൽ മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഇംഗ്ലണ്ടിൽ സെന്റ് ജോർജിന്റെ ചുവന്ന കുരിശിന്റെ പതാക ഏന്തിക്കൊണ്ടുള്ള സമരജ്വാല കത്തിയെരിയുന്ന ഒരു വാർത്ത പരന്നുകൊണ്ടിരുന്നു. ദൈവസ്നേഹത്തിന്റെ അടയാളമാണ് കുരിശ്. സ്നേഹത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13 എന്ന് പഠിപ്പിച്ച ദൈവം തന്റെ ഉയിർ തന്നുകൊണ്ടാണ് നമ്മെ സ്നേഹിച്ചത്. എത്ര വലിയ സ്നേഹമാണത്! എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഇത്രമേൽ സ്നേഹിക്കുന്നത്? തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ആ സ്നേഹമാണ് കുരിശിൽ നിറവേറപ്പെട്ടത്. അവന്റെ ഉയർപ്പിലൂടെയാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത്. ചിലർക്ക് അത് അപമാനത്തിന്റെയും പരാജയത്തിന്റെയും അടയാളമാണ്. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വീതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1 കൊരിന്തോസ് 1:23. ഇത് ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യമല്ല. യേശുവിൽ സംഭവിച്ചതൊക്കെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. വരാനിരിക്കുന്ന മനുഷ്യപുത്രൻ അനുഭവിക്കാനിരിക്കുന്ന വേദനയുടെ ദർശനങ്ങളാണല്ലോ സങ്കീർത്തനം 22. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു, അവർ എന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എമ്മാവൂസ് യാത്രക്കിടയിൽ കൂടെ സഞ്ചരിച്ച വഴിപോക്കരോട് അവൻ പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളില്ല എന്നെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ലൂക്കാ 24:44. ഈ കുരിശുമരണം മനുഷ്യർക്ക് വേണ്ടിയുള്ള സമഗ്രമായ ഒരു ദൈവിക പദ്ധതിയാണ്. മോശ മരുഭൂമിയിൽ വെച്ച് സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 3:14. അവനായിരിക്കും ഇനി ലോകത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും. തന്നെ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യോഹന്നാൻ 19:37.
അവന്റെ മാറിൽ കുന്തം കൊണ്ട് കുത്തിയ ഭാഗികമായി അന്ധനായിരുന്ന പടയാളിയുടെ കണ്ണിൽ തെറിച്ചു വീണ രക്തവും ജലവും അവന് പരിപൂർണ സൗഖ്യം നൽകിയ പാരമ്പര്യം നിലവിലുണ്ടല്ലോ. അതെ, യേശുവിന്റെ കുരിശ് കാരുണ്യത്തിന്റെ നിദർശനമാണ്. ലോകമെങ്ങും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന റെഡ് ക്രോസ് സംഘടനയുടെ ആവിർഭാവം അങ്ങനെയാണല്ലോ ഉണ്ടായത്. രക്തവർണ്ണമുള്ള കുരിശിന്റെ ശക്തി ആ സംഘടനയുടെ ശക്തിയും ഊർജവുമാണ്. അപ്പോൾ ഒരു സ്വരമുണ്ടായി, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. വെളിപാട് 7:14. സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട് അണിഞ്ഞ വസ്ത്രമണിഞ്ഞവരാണ് ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടവരും ഏറ്റവും നിർമ്മലമായവരും. യേശുവിന്റെ രക്തക്കറ പുരണ്ട വസ്ത്രം സ്വർഗീയ ദർശനത്തിൽ ധവള വസ്ത്രമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കുരിശുകളെ യേശുവിന്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ രൂപവും ഭാവവും യേശുവിനെ പോലെയാകും. അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അവിചാരിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കുകയോ അല്ല വേണ്ടത്. ക്രിസ്തുവിന്റെ പീഡനങ്ങളിൽ പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. 1 പത്രോസ് 4:12. എന്തെന്നാൽ വിധിയുടെ നാളിൽ നീ പ്രതിഫലം നേടും. അതിനാൽ യേശുവിനെ പോലെ സഹനം ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞ് മനശ്ചാഞ്ചല്യം കൂടാതെ മുന്നേറാൻ സാധ്യമാകട്ടെ. വിശുദ്ധ കുർബാനയിൽ അവന്റെ പീഡാസഹനവും കുരിശുമരണവും സംസ്കാരവും ഉദ്ധാനവും നാം ഓരോ ദിവസവും ആവർത്തിക്കുകയും ഓരോ ദിവസവും ആവശ്യമായ വരപ്രസാദം അവന്റെ യോഗ്യതയാൽ അവന്റെ രക്ഷയുടെ ദൈവസ്നേഹത്തിന്റെ കനിവ് നാം സ്വീകരിക്കുകയും ചെയ്യുന്നു.